ഖത്തറിൽ വന്ന നാൾ മുതൽ എൻ്റെ ഒരാഗ്രഹമാണ് ഇവിടെയുള്ള ഒരു അഗ്രികൾച്ചറൽ ഫാം സന്ദർശിക്കുക എന്നുള്ളത്. ഇന്ന് ആ ആഗ്രഹം സബലീകരിച്ച് കിട്ടുകയാണ്. ദൂരെ കാണുന്ന ആ പച്ചപ്പാണ് ഫാം. അവിടേക്ക് കുടുംബവുമൊത്ത് ഞങ്ങൾ പോവുകയാണ്. ഇത് ഖത്തറിലെ സലാൽ അലി എന്ന പ്രദേശത്തെ ഒരു പ്രൈവറ്റ് ഫാമാണ്. ഇതൊരു ഈന്തപ്പഴത്തോട്ടം മാത്രമല്ല, ചെടികളും മീനും മൃഗങ്ങളും ഈ ഫാമിലുണ്ട്. കുലച്ചു നിൽക്കുന്ന നിരവധി ഈന്തപ്പഴ മരങ്ങൾ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. തെങ്ങിൻ്റെ ചൊട്ട വിരിഞ്ഞ് നാളികേരം ഉണ്ടാകുന്നത് പോലെ തന്നെയാണ് പനയിൽ ഈന്തപ്പഴം ഉണ്ടാകുന്നതും. ഈന്തപ്പഴം പഴുത്തു കിട്ടാൻ നല്ല ചൂട് വേണം. അതുകൊണ്ട് തന്നെ ജൂൺ മുതൽ ഏകദേശം സെപ്റ്റംബർ നവംബർ വരെ നല്ല ചൂടാണ്. പഴുത്ത കായ്കൾ നമുക്ക് ഈന്തപ്പഴ മരത്തിൽ നിന്ന് തന്നെ നേരിട്ട് പറിച്ച് കഴിക്കാനുള്ള അനുവാദം അവർ തന്നു. ധാരാളം ഈന്തപ്പഴം ഞങ്ങൾ മരത്തിൽ നിന്ന് തന്നെ നേരിട്ട് പറിച്ച് കഴിച്ചു. ഒറിജിനൽ ഈന്തപ്പഴം ഇതെനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. വിശേഷങ്ങൾ ഇനിയും തുടരും. ഫാമിൽ പിന്നീട് ഞങ്ങൾ പോയത് ഇൻഡോർ പ്ലാന്റ്സ് കാണുന്നതിന് വേണ്ടിയാണ്. അതിനകത്തൊരു ഉത്തരേന്ത്യൻ തൊഴിലാളി നമ്മുടെ നാട്ടിലേതുപോലെ ഒരു ചെറിയ പോട്ടിൽ ചകിരിച്ചോറ് നിറച്ച് ഇൻഡോർ പ്ലാന്റ് വിൽപ്പനയ്ക്കായി തയ്യാറാക്കുന്നതാണ് ഞങ്ങൾ കണ്ടത്. ഒരു ചെറിയ ചെടിയുടെ വില കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 30 റിയാൽ, അതായത് നാട്ടിലെ 750 രൂപ. അതും ഞാൻ നാട്ടിൽ വെച്ച് വീട്ടിലെ വലിച്ചു പറിച്ച് എറിഞ്ഞു കളഞ്ഞ ചെടിയുടെ വിലയാണിത്. മിക്കവാറും എല്ലാ ചെടികളും നമ്മുടെ നാട്ടിലേത് തന്നെ. അപ്പോഴാണ് ഈ ചെടികളുടെ വില എനിക്ക് മനസ്സിലായത്. ഫാമിൽ ഒട്ടകങ്ങളെ ഇട്ടിരിക്കുന്ന സ്ഥലത്തെത്തി. അവയെ കണ്ടപ്പോൾ ഒന്ന് തൊടണമെന്ന് തോന്നി. പാവം മിണ്ടപ്രാണികൾ വളരെ സഹകരണത്തോടെ തന്നെ നിന്നു തന്നു. ഒട്ടകങ്ങൾ ഒട്ടും തന്നെ അക്രമോത്സുകരല്ല. മരുഭൂമിയിലെ വാഹനം എന്ന നിലയിലല്ലാതെ മാംസത്തിനും പാലിനുമാണ് ഇന്നാട്ടുകാർ ഇവയെ വളർത്തിപ്പോരുന്നത്. പാല് വാങ്ങുന്നതിനായി ആളുകൾ ഇങ്ങോട്ട് വരുന്നതായി കണ്ടു. ഇതിൻ്റെ പാലിന് ഒരു ഉപ്പുരസമാണ്. നമ്മുടെ നാട്ടിലെ പശുവിൻ്റെ പാലിൽ നിന്ന് നെയ്യും വെണ്ണയും ഒക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒട്ടകത്തിൻ്റെ പാലിൽ നിന്ന് അത് ഉണ്ടാക്കുന്നില്ല. പ്രധാനമായും ചായയ്ക്ക് വേണ്ടിയാണ് ഇവയുടെ പാൽ ഉപയോഗിക്കുന്നത്. ഇവയുടെ തൊട്ടുപുറകിലായി ചെമ്മരിയാടുകളെയും കാണാൻ കഴിഞ്ഞു. രോമത്തിനു വേണ്ടിയും മാംസത്തിനു വേണ്ടിയും പാലിനു വേണ്ടിയുമാണ് ഇവയെയും ഇന്നാട്ടുകാർ വളർത്തിപ്പോരുന്നത്. പാവം മിണ്ടാപ്രാണികൾ. ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് നീങ്ങി. പിന്നീട് ഞങ്ങൾ പോയത് മത്സ്യങ്ങളെയും മറ്റും വളർത്തുന്ന കുളങ്ങൾ കാണുന്നതിന് വേണ്ടിയാണ്. വെള്ളം നിറഞ്ഞ കുളങ്ങൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലും മത്സ്യങ്ങളെ ഒന്നും തന്നെ അവിടെ കാണാൻ കഴിഞ്ഞില്ല. ഹ്യൂമിഡിറ്റി കൂടിയ ചൂടുള്ള കാലാവസ്ഥ ഒരുപക്ഷെ മത്സ്യങ്ങൾക്ക് അനുയോജ്യമായിരിക്കില്ലെന്നാണ് തോന്നുന്നത്. വെള്ളത്തിലിറങ്ങി കുളി കഴിഞ്ഞ് വിശ്രമിക്കുന്ന താറാവ് കൂട്ടങ്ങളെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. ഈ പ്രദേശത്തെ മനോഹരമായ ഒരു പാർക്ക് കൂടിയാക്കി മാറ്റുകയാണ് ഇവർ. മലയാളികൾ ഇവിടെ പണിയെടുക്കുന്നുണ്ട്. പക്ഷേ ഫോട്ടോ എടുക്കാൻ അവർ സമ്മതിച്ചില്ല. ഡിസംബർ മാസത്തിൽ ഇവിടെ നടക്കാൻ പോകുന്ന ഫ്ലവർ ഷോയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അതിനു വേണ്ടിയുള്ള പൂച്ചെടികൾ വിത്തുപാകി മുളപ്പിക്കുന്നതാണ് നാം ഈ കാണുന്നത്. ഡിസംബറിൽ ഫ്ലവർ ഷോ കാണുന്നതിന് വേണ്ടി ഞങ്ങളെ അവർ ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ ഫാമിലെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് ഖത്തറിലെ കൃഷി വിശേഷങ്ങളെല്ലാം മനസ്സിലാക്കി ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പിരിഞ്ഞു. എൻ്റെ ഖത്തർ വിശേഷങ്ങൾ ഇനിയും തുടരും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണേ.